മഴ ശക്തമായാൽ ഏലപ്പാറ ടൗണിൽ വലിയ രീതിയിലാണ് വെള്ളക്കെട്ട് രൂപപ്പെടുന്നത്. ടൗണിൽ ഒരു ഭാഗത്ത് വെള്ളം ഒഴുകിപ്പോകാൻ ഓടകളുണ്ടെങ്കിലും ഇവയെല്ലാം അടഞ്ഞതാണ് വെള്ളം റോഡിലൂടെ കയറിയൊഴുകാൻ കാരണമാകുന്നത്. റോഡിലൂടെ വെള്ളം കയറിയൊഴുകുന്നത് സാംക്രമിക രോഗ ഭീഷണി സൃഷ്ടിക്കുന്നതായും നാട്ടുകാർ പറയും. മഴ ശക്തമായി പെയ്താൽ ഏലപ്പാറ ടൗണിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് രൂപപ്പെടുന്നത്. ഏലപ്പാറ കുട്ടിക്കാനം റോഡിൽ നിന്നും താഴേക്ക് ഒഴുകിയെത്തുന്ന മുഴുവൻ വെള്ളവും ടൗണിൽ എത്തി ബസ് സ്റ്റാൻഡിന് പരിസരത്തുമായി വലിയ വെള്ളക്കെട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് വലിയ പ്രതിസന്ധിയാണ് പ്രദേശത്തെ വ്യാപാരികൾക്കും കാൽനട യാത്രക്കാർക്കും ബസ് കാത്തു നിൽക്കുന്നവർക്കും ഉണ്ടാക്കുന്നത്. കൂടാതെ ഏലപ്പാറ ടൗണിലെ ഓടകളിലൂടെയാണ് വ്യാപാര സ്ഥാപനങ്ങൾ നടക്കുമുള്ള മലിനജലം ഒഴുകിപ്പോകുന്നതും. ശക്തമായ മഴ പെയ്യുന്ന സമയത്ത് ഈ ഓടകളെല്ലാം നിറഞ്ഞ് റോഡിലൂടെ ഈ വെള്ളം കയറി ഒഴുകുകയാണ്. ഇത് സാംക്രമിക രോഗ ഭീഷണി സൃഷ്ടിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. ഏലപ്പാറ നല്ലൊരു മഴ പെയ്യുമ്പോൾ കാനകളിൽ കൂടെ വെള്ളം ഓവർഫ്ലോ ആയിട്ട് റോഡിൽ കൂടെ ഒഴുകുകയാണ്. അതിൻ്റെ ഒരു കാരണം കാനയ്ക്കകത്ത് മുഴുവൻ വേസ്റ്റാണ് കടകളിൽ നിന്നുള്ള വീട്. പിന്നെ പ്രത്യേകിച്ച് ഹോട്ടലുകളിലെ മാലിന്യങ്ങൾ കംപ്ലീറ്റ് ബാത്റൂമിൻ്റെ ഉൾപ്പെടെ സെപ്റ്റിക് ടാങ്കിൻ്റെ ഉൾപ്പെടെയുള്ള ഓവർഫ്ലോ എന്ന് പറഞ്ഞാൽ മാലിന്യം തന്നെ ഓടയിലോട്ടാണ് വിട്ടേക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള ഇത് മഴ വരുമ്പോഴത്തേക്ക് ഈ വെള്ളമെല്ലാം കൂടെ റോഡിൽ കൂടെ കയറി ഒഴുകുകയാണ്. ഒഴുകിക്കഴിയുമ്പോൾ പല മഞ്ഞപ്പിത്തം പോലുള്ള അസുഖങ്ങളും മറ്റും. അതിശക്തമായ മഴ പെയ്യുന്ന സമയത്ത് വലിയ രീതിയിലാണ് മഴവെള്ളം ഒഴുകി ടൗണിലേക്ക് എത്തുന്നതും. ഇതോടൊപ്പം ചെളിയും മറ്റ് മാലിന്യമടക്കം ഒഴുകി ഇവിടേക്ക് എത്തും. വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിലടക്കം ചെളികൾ വന്ന് അടിഞ്ഞുകൂടുന്ന സാഹചര്യമുണ്ട്. ടൗണിന് സമീപത്തെ ഓടകൾ ശുചീകരിക്കണമെന്ന ആവശ്യം നാളുകളായി ഉയരുന്നതാണ്. എന്നാൽ നടപടി മാത്രം ഉണ്ടാകുന്നില്ല. ഇതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നതും. ന്യൂസ് ബ്യൂറോ, പീരിമേട്.